ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനത്തിന്റെ ഭാഗമായി റോഡുകൾ അടച്ചതിലും പ്രവേശനം തടഞ്ഞതിലും ചെറിയ പ്രതിഷേധം. VIP-കൾക്ക് വേണ്ടി തങ്ങളെ തടയുന്നത് എന്തിനാണെന്ന് വിശ്വാസികളുടെ ചോദ്യം. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വിക്രംജിത്ത് സെന്നിന്റെ നേതൃത്വത്തിലാണ് പോലീസ് നടപടിയിലെ പ്രതിഷേധം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ പറയൂ. SKN പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലയിലുള്ള നോർത്ത് അവന്യൂ ഭാഗത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവനോട് ചേർന്ന കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ സന്ദർശനം നടത്തുന്നതോടനുബന്ധിച്ച് ഈ മേഖലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വിശ്വാസികളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയും അവർക്ക് പ്രവേശനം നിഷേധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. നമുക്ക് കാണാൻ കഴിയും ഈ ദൃശ്യങ്ങളിൽ. ഈ മേഖലയിൽ ഒരു തന്ത്രപ്രധാന മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഭൂരിഭാഗവും VIP-കൾ അടക്കമുള്ളവർ ഉണ്ട്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് വിക്രംജിത്ത് സെന്നിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസികളാണ് ഇവിടെ ഇപ്പോൾ പോലീസ് അധികൃതരുമായി സംസാരിക്കുന്നത്. സർ, no point. The service is fixed. There is a timing for it. They are not letting us into it. The first service will be open. The whole worship of Christmas is finished. I don't see the sense in it. And as I said in the past, every year, high dignitaries, PMs, presidents come to this church and to Gold Market Church. Nobody stopped. We want to celebrate it with them. Today, the SPG and the police have stopped. So you don't get any prior information regarding this issue? No, of course not. And in any case, how can they stop? Whether they give private or not, how can they stop a community from worshipping? What they are They're saying you can't go into the church. We've come here only to go into the church. now they have opened Now they have opened, but they say you can't go into the church. Now there's no point going here. We are from here, we go 10 yards ahead and stop there. What is the point? There is no difference, sir, standing here or standing there. We're still standing, sir. Nobody, it is I don't know what message the VIP protocol security officer is trying to convey. यहाँ पे क्या मैसेज दे रहे हैं? आप यहाँ खड़े हैं, वहाँ खड़े हैं, क्या फर्क है? कब से वेट कर रहे हैं आप? हम लोग यहाँ पे 8:20 से आ गए हैं और हमारे को बोला कि 7:45. अगर ऐसा वाला मैसेज VIP प्रोटोकॉल मैसेज कन्वे हो चुका था तो पहले क्यों नहीं बताया गया? पब्लिक को क्यों हैरेसमेंट हो रहा है? मॉर्निंग में चर्च के लिए आए हैं. डेमोक्रेटिक कंट्री का ये मतलब है कि क्रिश्चियन शुड स्टैंड आउटसाइड just because prime minister is inside. This is not done, sir. Democratic means equality. Rights of religion, sir. अब rights of religion नहीं है. We are outcast people who are standing outside. SKN ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇപ്പോൾ ഏറെ നേരമായി പ്രതിഷേധം തുടരുന്നതിനാൽ ഈ ഒരു ബാരിക്കേഡ് തുറന്നു കൊടുത്തിരിക്കുന്നു. എന്നാലും 50 മീറ്റർ അപ്പുറത്ത് തുടരണമെന്നും അവിടെ നിന്നും മുന്നോട്ട് പോകരുത് എന്നുമുള്ള നിർദ്ദേശമാണ് ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒട്ടേറെ VIP-കൾ അടക്കമുള്ള വിശ്വാസികളാണ് ഈ ഒരു ദേവാലയത്തിൽ സാധാരണ ക്രിസ്മസ് ദിനത്തിലും മറ്റ് ഞായറാഴ്ചകളിലുമെല്ലാം പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. അത്രത്തോളം തന്ത്രപ്രധാനമായ ഇടത്ത് ഒരു സന്ദർശനം നടത്തുമ്പോൾ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല, മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് മിനിഞ്ഞാന്ന് ഏതാണ്ട് തീരുമാനിച്ചിരുന്നുവെങ്കിലും അന്തിമ അറിയിപ്പ് ഇന്നലെ വൈകിട്ടോടെ മാത്രമാണ് അന്തിമ അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ വിശ്വാസികളുമായി അത് ആശയവിനിമയം നടത്തിയിട്ടില്ല. പതിവ് പോലെ ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി എത്തിയ വിശ്വാസികളെ ഇവിടെ തടഞ്ഞു വെച്ചു പോലീസ്. കൃത്യമായ ആശയവിനിമയം പോലും ഉണ്ടായില്ല എന്നത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.